ഓക്കേ, അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, മൈൻക്രാഫ്റ്റിൻ്റെ ബെഡ് വാർസ് അപ്പോൾ നമുക്ക് കളിച്ച് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഇതല്ല. ഓക്കെ, നമുക്കപ്പോൾ ബെഡ് വാർസിലോട്ട് തന്നെ ആദ്യം അങ്ങോട്ട് കിടക്കണമല്ലോ, അല്ലേ വേണ്ടത്. നിങ്ങൾ ഈ ക്യൂബ് ക്രാഫ്റ്റിൻ്റെ സെർവറിലെ സ്കൈ വാർസ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. സോ നമുക്ക് അതിലോട്ട് തന്നെ പോവാം. അവിടെ ഇഷ്ടംപോലെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഓക്കെ, ഇതെന്താ ഇല്ല സ്കൈ വാർ ഇവിടെ തോണ്ട ഇവിടെ. ഓക്കെ, സ്കൈ വാർ. ഓക്കെ, പോകുന്നുണ്ട്, മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് ഈ സാധനം പ്രഷർ പ്ലേറ്റുമ്പോൾ ചവിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് പറക്കും, മനസ്സിലായില്ലേ? ഇങ്ങനെ. ഓക്കെ ഓക്കെ, നമുക്ക് ടീം ഓഫ് 10ൻ്റെ ഇതിലോട്ട് പോവാം. ഇത് സ്കൈ വാറിൽ 10 ആൾക്കാരുണ്ടാവും ക്ലിക്ക് പ്ലേ. ഈ 10 ആൾക്കാർ അതിലത്തെ ഒരാൾ നമ്മളായിരിക്കും. 10 ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു ടീമിൽ 10 ആൾ കേട്ടോ, അല്ലാതെ 10 ആൾ 4 ടീമായിട്ട് 3 ടീമായിട്ടല്ല, മൊത്തം 40 ആൾക്കാരായിട്ടും വേണം. കണ്ടില്ലേ, അവിടെ കണ്ടില്ലേ 47. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, 11 PC മൊബൈലാണോ? 11 മൊബൈലാണ്. കാരണം മെല്ലെ ഞാനിരിക്കുന്ന പോലൊക്കെ തന്നെ മെല്ലെ ഇരിക്കുന്നത്. PC പ്ലെയറാണ്. ഈ സെക്കൻഡുകൾ കൊണ്ട് വേഗത്തിൽ അങ്ങോട്ട് ഇങ്ങനെ കിടുകിടുകിടുകിടുക എന്നും പറഞ്ഞിരുന്നോണ്ടിരിക്കും. സോ നമ്മൾ PC പ്ലെയറാണെങ്കിൽ ഇഷ്ടം പോലെ ഒന്നുകൂടിയും ഒരു ഇതൊക്കെ ആയിട്ടായിരിക്കും. സോ ഞാൻ സ്കൈ വാർഷൊക്കെ നല്ലപോലെ അത്ര കളിച്ചിട്ടൊന്നുമില്ല. എനിക്കിതൊന്നും അത്ര PvP അത്ര നന്നായിട്ട് അറിയൊന്നുമില്ല. സോ അതിന് ഞാൻ പ്രാക്ടീസിന് കഴിയുകയാണ്. എനിക്കൊരു ക്രിയേറ്റീവ് വേൾഡ് ഉണ്ട്. അതിൽ ഞാനൊരു ബ്രിഡ്ജ് ചെയ്യാനൊക്കെ വേഗത്തിൽ ബ്രിഡ്ജ് ചെയ്യാൻ പഠിക്കുകയാണ്. ബട്ട് അങ്ങനെ വേഗത്തിൽ ബ്രിഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് വേണം, ഷിഫ്റ്റ് സ്നേക്കിൻ്റെ ബുക്ക്. സോ ആ ഒരു ബുക്ക് വെച്ച് എൻചാൻറ്റ് ചെയ്ത ഇതുണ്ടെങ്കിൽ നമുക്ക് ഈസിലി എനിക്ക് ഇരുന്നുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ചേർക്കാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കതല്ല, ബട്ട് അത് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ. ഓക്കെ, നമുക്ക് ഇതിപ്പോൾ 1 മിനിറ്റിൻ്റെ അകത്ത് തുടങ്ങും. ഓക്കെ, സ്കൈ വാർ സ്റ്റാർട്ടിങ് ഇൻ 1 മിനിറ്റ്. ഓക്കെ, 1 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്തിടുകയാണ്. ഓക്കെ, 20 ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പലരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 മിനിറ്റും കൂടി കഴിഞ്ഞാൽ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതിപ്പോൾ തുടങ്ങുമായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കാം. സോ നിങ്ങളെന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണ്. ഇത് ആദ്യത്തെ വീഡിയോ തന്നെ. ഇതിനു മുമ്പ് ഞാൻ ഒരു സൗണ്ടൊന്നും ഇല്ലാത്തൊരു ജസ്റ്റ് ഒരു മൈൻക്രാഫ്റ്റ് ഗെയിം പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും വലിയ ഇതായിട്ട് പോകുന്നില്ല, ബട്ട് ഇത് ഇച്ചിരിയൊക്കെ ഒന്ന് പോകുമെന്ന് തോന്നുന്നു. സോ നിങ്ങളെന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും. ഇതുപോലുള്ള ഫണ്ണി ആയിട്ടുള്ള വീഡിയോസ് പലതും ഉണ്ടാവുമായിരിക്കും. ആൻഡ് മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ആൻഡ് അത് മാത്രമല്ല, ഇതും ഫേസ് ക്യാം വെച്ചിട്ട് ഉള്ള വീഡിയോയും വരുന്നതായിരിക്കും. എൻ്റെ ഫേസൊക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും. ഓക്കെ, 5 സെക്കൻഡിനകത്ത്. ഓക്കെ, 4, 3, 2, 1. ഓക്കെ, ഗെയിം സ്റ്റാർട്ടഡ്. യെസ്. ഓക്കെ, സോ ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്, ഇത് തുറക്കാം. ഓക്കെ, കിട്ടുന്ന ഐറ്റംസ് മൊത്തം അങ്ങോട്ട് എടുത്തേക്കാം. അപ്പോൾ ഈ ഐറ്റംസൊക്കെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ PvP പ്രോ ആയിരിക്കും. ബട്ട് ആ പ്രോസ് നമുക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു കുടുംബം കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, ബാക്ക് അടിയാം. ഇനി ചെസ്റ്റ് പ്ലേറ്റ്, ഹെൽമെറ്റ്, അല്ല പാൻറ് ഉണ്ട്, ഹെൽമെറ്റ്. ഓക്കെ, ക്രോസ് ബോ ഉണ്ട്, അതിന് ആരോ ഉണ്ട്. ഓക്കെ, ക്രോസ് ബോ നമുക്ക് ആരോ ഫില്ലഡാക്കി വെച്ചേക്കാം. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാവും? ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഓക്കെ, ഇത് ഷിഫ്റ്റ് സ്നീക്ക്, ഇത് പ്രൊട്ടക്ഷൻ 1. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഷിഫ്റ്റ് സ്നീക്കാനുള്ളതൊക്കെ ഉണ്ട്, ബട്ട് 2 ഞാൻ 3 യൂസ് ചെയ്യാറുള്ളൂ. സോറി. ആൻഡ് എഗ് ഉണ്ട്. ഓക്കെ, ഫിഷ് കോബോബ് നമുക്ക് ആവശ്യം വരും. കാരണം ഇത് വെച്ചിട്ട് പ്ലേയേഴ്സിന് നമുക്ക് സ്ലോ ആക്കാം. എന്നിട്ട് ആ അത്ത് തന്നെ. ഓക്കെ, നമുക്ക് ഈ വുഡൻ പ്ലാങ്ക് എടുത്ത് നമ്മളെ കയ്യിൽ വെച്ചേക്കാം. സ്റ്റോണ് കയ്യിൽ പിടിച്ചേക്കാം. ഓക്കെ, ഇനി ബ്രിഡ്ജൊക്കെ എങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഈസിലി ബ്രിഡ്ജ് എങ്ങനെ ചെയ്യാം. ഓക്കെ, ഇത് നോക്കാം. ഇതിൻ്റെ അകത്ത് സോഡുണ്ട്. നമുക്ക് സോഡ് വേണം, അത് കയ്യിൽ പിടിച്ചിരുന്നേക്കാം. ബൂട്ട്സ് ഉണ്ട്, ബൂട്ട്സ് നമുക്ക് ഇട്ടേക്കാം. ഓക്കെ, ഈ പെട്ടിക്കകത്ത് ഇനിയും സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആരോ ആവശ്യം വരും. ഓക്കെ, ആരോ എടുക്കാം, വേറെ ഒന്നും വേണ്ട ഇനിയിപ്പോൾ. ഓക്കെ, 47 വുഡുണ്ട്. ഒരു വുഡ് ആദ്യം ഇവിടെ വെക്കണം. എന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് നമുക്ക് മെല്ലെ പോയാൽ മതി. ഷിഫ്റ്റ് നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ സ്പോട്ടിലെത്തിയിട്ടുണ്ടാവും. ഓക്കെ, മെല്ലെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം.
ഓക്കെ ഓക്കെ അവിടെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. അവർ തന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ ഇനിയിപ്പോൾ ഇങ്ങനത്തെ ബ്രിഡ്ജ് ചെയ്യാം. ഓക്കെ അടിയിലോട്ട് പോകുന്നത് ഞാൻ കണ്ട്. ഏയ് അത് ആളല്ല, അത് അമ്പാണ്, വെറുതെ അല്ല. കണ്ട പോയത് കണ്ടോ എല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്യാണ്ടി. ഓ ഡാർക്ക്. ഓക്കെ ഇതൊക്കെ ചെറിയ ഒരു ഇതാണ്, ഇതൊന്നും കാര്യമാകണ്ട. പ്ലേ അഗൈൻ കൊടുക്കല്ലേ, പ്ലേ അഗൈൻ. ഓക്കെ പ്ലേ അഗൈൻ. എൻ്റെ ശിവനെ, ഇനിയിപ്പോൾ ഞാൻ എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഓഫ് ശിവനേ. ഓക്കെ ഓക്കെ നന്നായിട്ടുണ്ട്. ഓക്കെ നേരെ ക്രോസ് ബോ ഇത് ഇപ്പോഴും കിട്ടുന്നുണ്ടല്ലോ എനിക്ക്. ഓക്കെ മുട്ടയൊക്കെ എന്തിനാ എനിക്ക്. ഓക്കെ നമുക്ക് നല്ലൊരു പാൻറ് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഇനി ഇതിൻ്റെ അകത്തൊന്നും ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ സ്റ്റോണ് ചെസ്റ്റ് പ്ലേറ്റ്. ഓക്കെ പ്രൊട്ടക്ഷൻ 1ൻ്റെ പാൻറ് കിട്ടിയിട്ടുണ്ട്. രണ്ടും പ്രൊട്ടക്ഷൻ 1 ആണല്ലോ. ആഹാ എന്നാൽ പിന്നെ നമുക്കിതൊന്ന് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചോക്കോ. ബെസ്റ്റ് ഉണ്ടായിരുന്ന അതും പോയി. ഓക്കെ നോ പ്രോബ്ലം. അപ്പത്തെ എവിടെയൊക്കെ ജസ്റ്റ് ഉണ്ട് നോക്കട്ടെ. ഓക്കെ ഇതിൻ്റെ വാട്ടർ ബക്കറ്റ് ഉണ്ട്. വാവ് ഓക്കെ അത് നല്ലതായിരിക്കും, അത് നന്നായിരിക്കും. ഓക്കെ ഇനിയിപ്പോൾ എന്താ ചെയ്യും. ഓക്കെ ഇതാണ്ട് ഇവിടെ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ അവിടെ ഒരു ചെസ്റ്റ് ഉണ്ടല്ലോ. ആഹാ ഓക്കെ ഒരു ഇതെടുക്കാം. സോഡ്, പിക്കാക്സ്, സ്റ്റേക്ക്, മൊത്തമൊന്നുമില്ലല്ലോ സ്റ്റേക്ക്. ഓക്കെ കോബബ് നമുക്ക് നേരത്തെ പോലെ തന്നെ ആവശ്യം വരും. ഒരാവശ്യം വന്നിട്ടില്ല എങ്കിലും നമുക്കൊരാവശ്യം വരും. ഓക്കെ ഫിഷ് ആൻഡ് അത് ഡാർക്കായല്ലോ. 24-25 ഉണ്ട് നമ്മുടെ കയ്യിൽ. സോ നോ പ്രോബ്ലം. ഓക്കെ ലെറ്റ്സ് ഗോ. അയ്യോ ഒരു മിനിറ്റ്, ചെസ്റ്റ് പ്ലേറ്റ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ സോഡ് എന്തായാലും കൈ പിടിച്ച് നടന്നേക്കാം. വെറുതെ നമ്മൾ ബ്രിഡ്ജ് ചെയ്യണം, അപ്പോഴത്തെ ഒരു ബ്രിഡ്ജുള്ളത്. ഓക്കെ ഇത് പണി വെച്ചവർക്ക് 1000 നന്ദി. വെറുതെ ഒന്ന് പറഞ്ഞാണ് കേട്ടോ. ഞാൻ അതിൽ പിടിച്ച് തല കയറാൻ വരില്ല ആരും. ഊയ് അമ്മേ. ഓക്കെ ചെറിയ ഗ്ലിച്ചിലാകൊക്കെ അടിയുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഞാൻ പണ്ട് കളിച്ചിരുന്നൊരു വെടിവെപ്പിൻ്റെ ഗെയിമുണ്ട്. ചെറിയൊരു ഗെയിമാണ്. ആ ഒരു ഗെയിമിൻ്റെ ഒരു സ്ഥലം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോംബീസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ അടിച്ച് കാണാം. സോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വല്ലാത്തൊരു യുദ്ധമായിരിക്കും. സോ എൻജോയ് ദിസ് വീഡിയോ. ലീവ് ഗെയിം എന്തൊരു കഷ്ടമാണത്. എനിക്ക് സ്കൈ വാർ മതിയായി ഗൈസ്. പക്ഷേ ഞാൻ എത്ര നന്നായിട്ട് കളിച്ച് ഈ ഒരു സ്കൈ വാർ ആയിരിക്കും നന്നായിട്ട് കളിച്ചത്. ഓക്കെ ബെഡ് ഡോർസ് കളിക്കാനേ. ഓക്കെ അങ്ങനെ നമ്മൾ ബെഡ് ഡോർസ് ഇട്ടിട്ടുണ്ട്. ചെറുതൊക്കെ കാണുന്നുണ്ടല്ലോ. ഓ യെസ് ബോയ് കടാ സീനല്ലേ. ഓക്കെ ഡൂ കളിക്കണോ അതോ സ്ക്വാഡ് കളിക്കണോ? പക്ഷെ ഇതിൽ സോളോ ഇല്ല ഗൈസ്, സോളോ ഇല്ല. ഇത് വേറെന്തോ ഒരു സാധനം. ഇത് നോക്കട്ടെ. ഓക്കെ ഡുവ തന്നെ അങ്ങോട്ട് കളിച്ചേക്കാം. എന്തോന്ന് ചിലപ്പോൾ മറ്റവൻ്റെ ഐഡിയ ആയിരിക്കും. ഓക്കെ അങ്ങനെ ബെഡ് ഡോർസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ അപ്പം നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, പക്ഷെ നമ്മളല്ല നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡുവോ മാച്ചാണ്. ഓക്കെ അവൻ PC പ്ലെയറാണ്. മച്ചാനെ എനിക്കൊരു PC വരും. നീ റിച്ചല്ലേ?
ഓക്കെ 11 ഡാക്യൂസ് എങ്ങനെ ആയിരുന്നെങ്കിൽ പറയാൻ വയ്യ. ആടെ മച്ചാനെ പതേ എന്താണ് വേണ്ടത്? നിനക്ക് എന്താ വേണ്ടത്? 11 ശരിക്കും പി സി പ്ലെയർ തന്നെയാണോ? പി സി പ്ലെയർ. ഞാൻ എന്ത് ചെയ്യുന്നു? 11 ബെഡ് മൂടിയിട്ടില്ല ഗൈസ്. ഓക്കെ, നമുക്ക് ഈ സ്വർണ്ണം അങ്ങനെ ഏതാണ്ട് ഒരു 10 എണ്ണം വേണം. നമുക്ക് ഒരു അയൺ സോഡ് മേടിക്കാൻ. ഗോൾഡ് 10 എണ്ണവും ഒരു ഇതിന് 10 അയൺ വേണം. ഓക്കെ, ഇപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കും എൻ്റെ വായൽ. ഓക്കെ, നമുക്ക് മേടിക്കാൻ പറ്റുന്ന അത്രയും ബ്ലോക്സ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സോഡും മേടിച്ചിട്ടുണ്ട്. ഓക്കെ, ചെറുക്ക എന്ത് പണിയാണ് കാണിച്ചേ? ബെഡ് മൂടാതെ എന്നിട്ട് നോക്ക് കുറഞ്ഞിടും. നോക്ക് കള്ള വാഴ പി സി ഗെയിമറാന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, നമുക്ക് 2 പ്രാവശ്യം ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ ഡാക്യൂസിൻ്റെ ഒക്കെ വീഡിയോ കണ്ടാണ്. അപ്പോൾ നിങ്ങളാരും ചോദിക്കില്ല കേട്ടോ ഡാക്യൂസ് ആരാണ്. ആരാന്ന് നിങ്ങൾക്ക് അതില്ലേ? നിങ്ങളൊരിക്കലും മൈൻക്രാഫ്റ്റ് ബെഡ് വാർസ് കാണാറുള്ള ഒരാളല്ല. അവിടെ അല്ല, നിങ്ങൾ ഇന്നേ വരെ മൈൻക്രാഫ്റ്റ് ബെഡ് വാർസ് മറ്റേ കണ്ടിട്ടുണ്ടാവില്ല ശരിക്കും. അവൻ്റെ ഒക്കെ ബെഡ് വാർസ് എന്ന് പറഞ്ഞാൽ അതാണ് ബെഡ് വാർസ്. പക്ഷേ ഇത് എന്തെങ്ങാനാവോ മൊബൈൽ കളിക്കുന്ന എന്നെ പറഞ്ഞാൽ മതി. ആരെങ്കിലും അല്ലെങ്കിൽ ഈ ബെഡ് വാർസൊക്കെ മൊബൈലിൽ കളിക്കുമോ? ഞാനല്ലാതെ കളിക്കണ്ടായിരിക്കും. അവർക്ക് എന്തായാലും എന്നെ പോലുള്ള പാവപ്പെട്ടവരായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടൻറ്റ് ക്ഷാമമായി നടക്കുന്നവരായിരിക്കും. ഓക്കെ, നമുക്ക് 10 ഗോൾഡ് ഇട്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് 2 ഫയർ ബോൾ അടിക്കാം. ഇതാണ് ഞാൻ പോയി ബെസ്റ്റ്. എനിക്ക് വയ്യ ഇത് ഈ ഗെയിം തന്നെ മോഡിപ്പിക്കും. ഓക്കെ, നമ്മളങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓക്കെ ഫയർ ബോൾ കിട്ടിയിട്ടുണ്ട്. 19 ഇനിയും ബാക്കിയുണ്ട്. വേണമെങ്കിൽ മേടിക്കാം, പക്ഷെ ഇപ്പോൾ വേണ്ട. ഓക്കെ, നമ്മളങ്ങനെ പോകുന്നു. ബോയ് ഒക്കെ അവിടെ ചാടുന്നുണ്ട്. ബോയ് കണ്ട ഇതുമേ നിന്നാ മതി. പോടാ. നമ്മളെന്താ അവിടൊക്കെ ഫയർ ചാർജ് ഇട്ട്? അയ്യോ എടാ എൻ്റെ ടീമേറ്റ് ചെയ്യണം മോനെ. പി സി പ്ലെയർ അത് ബോയ്. നീ സൂപ്പറാണ്. നീയാണ് വേൾഡ് ബെസ്റ്റ് പ്ലെയർ തന്നെ. കാരണം അവനെ അടിച്ചെടുത്ത് പൊന്നു അമ്മേ. ബെഡ് വാർസിൽ എനിക്ക് സമാധാനം തരില്ല. ഓക്കെ, ഞാൻ പ്രോബ്ലം നമുക്കിനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഓൾ മേടിക്കാം. വെപ്പൺസ് ആർമറില്ല. വെപ്പൺ മേടിക്കാം ഗോൾഡിൻ്റെ. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്ത് വെച്ചേക്കാം. 1 2 3 4 5 6 ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുത്തനും വരാൻ പറ്റില്ല. എൻ്റെ ട്രിക്കിൽ ആരെങ്കിലും വീണ് പോയാൽ അവർ നന്നായി. ആറാ എന്താടാ പോടാ. അയ്യോ നോ 11 അങ്ങോട്ട് കടന്നു. അയ്യോ 11 കടന്ന. എൻ്റെ ട്രിക്കുകാർ ആരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവൻ ആരെങ്കിലും അടിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഗോൾഡ് ഒക്കെ എടുക്കാം. ഒരു 10 എണ്ണം. ഓക്കെ 10 എണ്ണം ആയിട്ടുണ്ട്. ഓക്കെ 10 ഒരു അയൺ സോഡ് മേടിക്കണം. ഓക്കെ, കുറച്ച് ബ്ലോക്സ് മേടിക്കണം. ബ്ലോക്സ് എവിടെ? ഓക്കെ കിട്ടി. 1 ഓക്കെ 2 ഓക്കെ ആവശ്യത്തിനുള്ളതൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ പഠിച്ച് വിട് തന്നെ, ഒന്നും പറയാനില്ല. ഓക്കെ, ഇവിടെ ഒരു ബ്ലോക്ക് കാണാം. എൻ്റെ സെറ്റിങ്സൊക്കെ എന്തോ ഒരു തകരാറുണ്ട് എൻ്റെ സെറ്റിങ്സിൽ. എനിക്ക് മര്യാദ കളിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഓക്കെ, കളിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക്, എന്താണെന്നില്ല. അയ്യോ അവിടെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ സാരമില്ല. അവിടെ പോലീസ് നല്ല ഐഡിയ ആണല്ലോ. എന്തൊക്കെ മാമരടിക്കാൻ പറ്റാത്ത മര്യാദക്ക്. എൻ്റെ ഫോൺ അയ്യോ ജാം. ഓക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. 10 ഓക്കെ സെറ്റിങ്സ് എടുത്ത് നമുക്കേ നമ്മളുടെ പഴയ പോലത്തെ സെറ്റിങ്സ് ആക്കാം. ഇതെന്തത് വരാത്തോന്ന് വേഗം വായത്. എന്തിനാണ് ഇത്രയും സമയം ഇടുന്നത്? ഓക്കെ വന്നിട്ടുണ്ട്. ഓക്കെ എൻ്റെ വീട്ടിലിപ്പോഴും പറഞ്ഞു. ഓക്കെ
ഓക്കെ. കറണ്ട് പോയായിരുന്നോ അപ്പോൾ? പിന്നെ എങ്ങനെയാണ് കളിച്ചേ? അത് നമുക്ക് ഇടുന്നേ ഒന്ന് വെക്കട്ടെ. ഞാൻ ആലോചിക്കുന്നതിൽ കറണ്ട് പോയിട്ട് ഞാൻ എങ്ങനെ എത്ര നേരം കളിച്ചപ്പോൾ വല്ല ബഗ്ഗാണോ തോന്നുന്നത്? ആവുന്നില്ല. ഞാൻ ഇത് പിടിച്ച് ഓക്കെ ഓക്കെ അത് ഊളുണ്ട് നമുക്ക് ആകുന്നുണ്ട്. പക്ഷെ കറണ്ട് പോയതാണല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പിന്നെ അത് കളിച്ച് എനിക്ക് തോന്നി കറണ്ട് പോയി. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതിൻ്റെ ഒരു കാര്യം, എനിക്ക് ഇനിയും നിങ്ങൾക്ക് ലെറ്റ്സ് പ്ലേയും കാര്യങ്ങളൊക്കെ വീഡിയോ വരുന്നതായിരിക്കും. ആൻഡ് ഫെയിംസ് ക്യാം വെച്ചുള്ള വീഡിയോ മേ ബി വരുന്നതായിരിക്കും. ബിക്കോസ് അതിന് വേറൊരു ക്യാമറ ഒക്കെ മേടിക്കണം. സോ എന്തായാലും അടുത്ത ലെറ്റ്സ് പ്ലേയുടെ വീഡിയോയിലും ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള ബെഡ് വേർഡ്സിൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് കൂടി ചെയ്തോ. ഏറ്റവും കൂടുതൽ കമൻറ്റിന് ബെഡ് വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ബെഡ് വേർഡ്സ് തന്നെ കളിച്ചോണ്ട് ഗൈസ് അതുപോലും കളിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്.